ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ എൻ്റെ പേര് Asma Ismail. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനൊരു സിമ്പിൾ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്ന് നോമ്പ് 7ാമത്തെ ദിവസത്തെ വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് ലേറ്റായിട്ടാണ് ഞാൻ വീഡിയോസൊക്കെ ഇടുന്നത്. എങ്കിലും ഇഷ്ടമാകുന്നവർ ലൈക്ക് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ ആദ്യമായിട്ടാണ് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടമാവുകയാണെന്ന് വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇന്നിതാ കുറച്ച് അധികം തന്നെ ഉള്ളി നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതാ നമ്മൾ കുറച്ച് മസാലകളാക്കി വെക്കാനായിരുന്നു. അപ്പോൾ അതിനായിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും എല്ലാം ഇട്ടിട്ട് ഇതാ നമ്മൾ മസാലയൊക്കെ റെഡി ആക്കിയിട്ടുണ്ട്. പിന്നെ അതിലോട്ട് ഗ്രീൻ പീസൊക്കെ ഇട്ടിട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മസാല ആക്കണമെന്നൊന്നും ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ ഞാനിതൊക്കെ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. വീഡിയോസൊക്കെ കുറേ മുമ്പേ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതാ സമൂസക്കൊക്കെ ആയിട്ട് കുറേ അധികം ഇന്ന് സമൂസ വേണമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് മടക്കിക്കൊണ്ടിരിക്കുകയാണ് സമൂസയൊക്കെ. സമൂസ ഇവിടെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാ ദിവസവും സമൂസ വേണം. അപ്പോൾ ഞാൻ ചില ദിവസങ്ങളിൽ കുറച്ച് കൂടുതൽ മസാല ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ സമൂസ ടൈറ്റ് കണ്ടെയ്നറിലാക്കിയിട്ട് അങ്ങനെ ആക്കി വെക്കും ഫ്രീസറിൽ. അല്ലെങ്കിൽ അന്നന്ന് ദിവസങ്ങളിൽ മസാല ഉണ്ടാക്കിയിട്ട് അപ്പോഴേക്കപ്പോഴും ഉണ്ടാക്കാറാണ്. എങ്ങനെയാണോ എളുപ്പം അത് ഓരോ ദിവസത്തെ മൂഡിനനുസരിച്ചിരിക്കും. പിന്നെ ഇന്ന് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് നമുക്ക് സിമ്പിളായിട്ടുള്ളൊരു ബ്രെഡാണ്. ബ്രെഡ് പൊരിച്ചെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അധികം ഓയിലും കാര്യങ്ങളൊന്നും ഇല്ലാതെ നമ്മൾ ബ്രെഡ് പൊരിച്ചെടുക്കുകയാണ് ചെയ്തത്. അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഒരു മിക്സിയുടെ ജാറിലോട്ട് നമ്മൾ മല്ലിച്ചപ്പും ഇഞ്ചിയും 2 പച്ചമുളകും ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ 2 മുട്ടയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്, അതും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ നോക്കുമ്പോൾ എൻ്റെ കയ്യിൽ വേപ്പിൻ്റെ ഇലയായിരുന്നു. അപ്പോൾ മസാല ഒക്കെ ഉണ്ടാക്കിയപ്പോൾ സമൂസയിലേക്കൊക്കെ മസാല ഉണ്ടാക്കിയപ്പോൾ വേപ്പിൻ്റെ ഇലയൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പുറത്ത് തന്നെ വേപ്പിൻ തൈ ഉണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് വേപ്പിൻ്റെ ഇല പൊട്ടിച്ചിട്ട് വരാം. ഇപ്പോൾ ഇതാ നമ്മുടെ പുറത്തോട്ട് ഇറങ്ങുന്നത് ഇങ്ങോട്ടാണ്. നാട്ടിലെ പോലെ തന്നെ ബാക്ക് സൈഡിലൊക്കെ ഡോറൊക്കെ ഉണ്ട്. നല്ല മൊസൈക്കൊക്കെ ഇട്ടിട്ടുള്ള മുറ്റൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇതാ ഒരുപാട് സ്ഥലമുണ്ട് പുറത്ത്. ഇവിടെ 2 ഈത്തപ്പഴത്തിൻ്റെ മരമൊക്കെ ഉണ്ട്. ഇവിടെ കറ്റാർ വാഴയും പിന്നെ ഞാനൊരു വേപ്പിൻ്റെ തൈ കൊടുന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കൂടെ ആയിട്ട് നല്ലതുപോലെ തന്നെ മഴയൊക്കെ പെയ്തതിന് ശേഷം നല്ലതുപോലെ കിളുത്തിട്ടുണ്ട് വേപ്പിൻ തൈ. അപ്പോൾ അത് നല്ല രസമായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് വേപ്പിലൊക്കെ പൊട്ടിച്ചിട്ട് വരാം. ഇവിടെ പ്രത്യേകിച്ച് വെള്ളവും വളവും ഒന്നും ഇട്ട് കൊടുത്തില്ലെങ്കിലും നല്ലതുപോലെ തന്നെ നമ്മുടെ വേപ്പിൻ തൈ ഉണ്ടാവും. വേപ്പ് കൊടുന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ 2-3 സ്ഥലത്ത് ഞാൻ തൈകൾ കൊടുന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ നല്ലതുപോലെ തന്നെ പിടിച്ചിട്ടുണ്ട്. മാഷാ അല്ലാഹ്, നല്ല വേപ്പിൻ തൈയാണ്. നാട്ടിലെ പോലെ തന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ കിട്ടിയാൽ ഇവിടെയൊക്കെ ഓരോന്ന് കൊടുന്ന് വെച്ച് പിടിപ്പിക്കാറുണ്ട്. പിന്നെ ചുറ്റുഭാഗമൊക്കെ ഒരുപാട് സ്ഥലമുണ്ട് നമുക്ക്. പിന്നെ ഇതിൻ്റെ അടുത്തൊക്കെ ഒമാനി വീടുകളാണ്. തൊട്ട് അടുത്തൊക്കെ ഒമാനി വീടാണ്. ഇവിടെ ഗദ്ദാമൊക്കെ താമസിക്കാനായിട്ടൊരു മജ്ലിസ്, ഇവിടെ ഇപ്പുറത്ത് ഒരു റൂമുണ്ട്. പിന്നെ ഈത്തപ്പഴത്തിൻ്റെ മരം അതാണ് അവിടെ. ഇപ്പോൾ ഒന്നുമില്ല, ഇനി ജൂൺ ജൂലൈ ഒക്കെ ആകുമ്പോഴേക്കാണ് ഒക്കെ ഉണ്ടാവുള്ളൂ. അങ്ങനെയൊക്കെയാണ് ബാക്ക് സൈഡിലെ വിശേഷങ്ങൾ. അപ്പോൾ അവിടെ ഒരു ഡോറുണ്ട് നമുക്ക് അപ്പുറത്തെ വീടുകളിലേക്കൊക്കെ പോകാനായിട്ട്. അങ്ങനെ ഞാൻ തിരിച്ച് വന്ന് വേപ്പിൻ്റെ ഇലയൊക്കെ കഴുകിയിട്ട് നമ്മൾ മിക്സിയിലിട്ടിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഒരിത്തിരി പാൽ കൂടി ഒഴിച്ചിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഇനി ഇത് നല്ലതുപോലെ അടിച്ചെടുത്ത് പാൽ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ആയിരിക്കും നമ്മുടെ ബ്രെഡ്. അപ്പോൾ ഇത് അടിച്ചെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് നെയ്യിൽ ബ്രെഡൊക്കെ ഒന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ ഇതൊരു വലിയ സംഭവമൊന്നുമല്ല. ഇന്ന് ഉണ്ടാക്കിയ ഒരു വിഭവം ഞാൻ ഇതിലൂടെ കാണിച്ചതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ മിക്സിയിലിട്ട് അടിച്ചിട്ടുണ്ട്. ഞാനിതൊരു പാൻ വെച്ചിട്ടുണ്ട്. ഇത് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ബ്രൗൺ ബ്രെഡാണ്. ഇതാണ് നമ്മൾ കൂടുതൽ ഉപയോഗിക്കാറ്. അപ്പോൾ ഇതിൽ മറ്റേ മിൽക്ക് ബ്രെഡിൻ്റെ അത്ര മധുരമൊന്നും ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇതാവുമ്പോൾ നമുക്കൊന്നും കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇതാവുമ്പോൾ നമുക്ക് മധുരമില്ലാത്ത ബ്രെഡാണല്ലോ. അപ്പോൾ എരിവും കാര്യങ്ങളൊക്കെ ചെല്ലുമ്പോൾ ഈ ബ്രെഡ് തന്നെയാണ് ടേസ്റ്റ് കൂടുതൽ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ബ്രെഡ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാവുമ്പോൾ അധികം എണ്ണയിൽ പൊരിക്കും വേണ്ട. ഇങ്ങനെ ആകുമ്പോൾ സിമ്പിളായിട്ടുള്ളത് ആകുമ്പോൾ നമ്മളെ വയറ് ഫില്ലാവും ചെയ്യും. വലിയ പ്രശ്നമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനത്തെ ഐറ്റംസുകളൊക്കെ കൂടുതലും ഉണ്ടാക്കാറ്. അപ്പോൾ ഇതുപോലെയൊക്കെ കട്ട് ചെയ്തിട്ട് നമുക്ക് നെയ്യ് ഒഴിച്ചിട്ട് ഇതിലോട്ട് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ ഇത് ചൂട് സമയത്ത് ചൂട് കൊടുക്കണേ തന്നെ കഴിക്കണം കേട്ടോ. നോമ്പ് തുറക്കണ സമയത്ത് അപ്പോഴൊക്കെ ആണെങ്കിലാണത് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ചൂടാറി കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റൊക്കെ പോവും. അപ്പോൾ ഉണ്ടാക്കാത്തവരൊക്കെ ആണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക. നോമ്പ് തുറക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഈവനിങ് സ്നാക്സ് ആയിട്ടോ ഒക്കെ ഉണ്ടാക്കാം. വല്ലപ്പോഴൊക്കെ ഇങ്ങനെയൊക്കെ ഒന്ന് മാറി ഉണ്ടാക്കുന്നത് നല്ലതാണ്. ഒരുപാട് ഓയിലി ഫുഡൊക്കെ ഒഴിവാക്കിയിട്ട് ഇങ്ങനെ സിമ്പിളായിട്ടുള്ളതൊക്കെ ഉണ്ടാക്കിയാൽ പിന്നെ കുട്ടികൾക്കാണെച്ചാൽ പിന്നെ മധുരം ഇട്ടിട്ട് കഴിക്കേണ്ടി വരും. ഇവിടെ ആണെങ്കിൽ ഇവിടെ ഇഷ്ടമാണ് കുട്ടികൾക്കാണെങ്കിലും, ഇത് കുഴപ്പമില്ല, അവർ കഴിക്കാറുണ്ട്.
ഇവിടെ ഉണ്ടാക്കിയാൽ എല്ലാവരും കഴിക്കാറുണ്ട്. അപ്പോൾ എല്ലാവരും വിചാരിക്കും ഒരുപാട് അടിപൊളിയായിട്ടുള്ള ഫുഡുകളും ഒക്കെ ആയിട്ട് യൂട്യൂബിൽ ഇങ്ങനെ തിളങ്ങി നിൽക്കുമ്പോഴാണോ ഈ സിമ്പിൾ റെസിപ്പി എന്ന് വിചാരിക്കും. അപ്പോൾ നമ്മൾ സിമ്പിൾ റെസിപ്പി ഉണ്ടാക്കി ഇതേപോലൊക്കെ കഴിച്ചാൽ നമ്മുടെ ആരോഗ്യത്തിനാണെങ്കിലും ഒക്കെ നല്ലതാണ്. അപ്പോൾ ഇതുപോലെ ഒക്കെ ഒന്ന് മുക്കിയെടുത്ത് ഇതുപോലെ ഒന്ന് പാനിലോട്ട് ഇട്ട് കൊടുക്കുക. 2 വശം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബ്രെഡ് അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡ് ഇവിടെ നല്ല എരിവും പിന്നെ ആ ഒരു നെയ്യുടേതും ഒക്കെ ആയിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക, പിന്നെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക. അപ്പോൾ ഇതുപോലൊക്കെ ആക്കിയിട്ട് നമ്മൾ 2 വശമൊക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. അപ്പോൾ ഇതുപോലെ മുന്നോട്ട് ഒരുപാട് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഓരോ കമൻറ്റും ലൈക്കും ഒക്കെ നമുക്ക് ഒരുപാട് വിലപ്പെട്ടതാണ്. അതുപോലെ തന്നെ എൻ്റെ ചാനൽ കണ്ടിട്ട് നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെന്ന് വെച്ചെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണോ കാണുന്നവർ വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അതിൻ്റെ കൂടെ തന്നെ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ നോമ്പ് തുറയും വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. അങ്ങനെ നമ്മുടെ ബ്രെഡൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ 2 വശവും നല്ല രീതിയിൽ തന്നെ മൊരിഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരുപാട് ഐറ്റംസുകളൊന്നുമില്ല. പിന്നെ നമ്മൾ സമൂസ പൊരിച്ചിട്ടുണ്ട്. പിന്നെ ഫ്രൂട്ട്സുകൾ കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. മോള് കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ അവളാണ് കട്ട് ചെയ്യാറ്. അപ്പോൾ അതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ലെബനുണ്ട്, പിന്നെ അവളുടെ വിംറ്റോ ഉണ്ട്. പിന്നെ ഞാൻ കുറച്ച് അവൽ മിൽക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ നമുക്കൊരു ഗ്ലാസ്സിലോട്ട് പഴം നല്ലതുപോലെ ഒരു സ്പൂൺ വെച്ചിട്ട് നല്ലതുപോലെ ഉടച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലോട്ട് നമ്മൾ പാൽ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ അവൽ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആദ്യം തന്നെ കൂടുതൽ അവൽ കൊടുന്നാൽ നമ്മളത് വറുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ അവൽ ഉണ്ടാക്കാൻ എളുപ്പമാണ്. അവൽ മിൽക്ക് ഉണ്ടാക്കുമ്പോൾ നമുക്കത് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. അപ്പോൾ അത് നോമ്പ് തുറക്കണ സമയത്തൊക്കെ ഉണ്ടാക്കിയാൽ അപ്പോഴേ കുടിക്കാനും നല്ല ടേസ്റ്റാണ്. പിന്നെ അതിലോട്ട് നമ്മൾ ഐസ്ക്രീം കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇടയിൽ ഈ പഴത്തിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കുക, പിന്നെ അവലിട്ട് കൊടുക്കുക, പിന്നെ അതിൻ്റെ കൂടെ തന്നെ നട്ട്സ് ഇട്ട് കൊടുക്കുക. അങ്ങനെ നമ്മുടെ അവൽ മിൽക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ മധുരത്തിനായിട്ട് നമ്മൾ പഞ്ചസാര ചേർക്കാറില്ല. ഐസ്ക്രീമിൻ്റെയും പിന്നെ പഴത്തിൻ്റെയും ഒക്കെ മധുരം ഉള്ളത് കൊണ്ട് തന്നെ അങ്ങനെയുള്ള മധുരങ്ങളാണ് കൂടുതലും എടുക്കാറ്. മറ്റേ പഞ്ചസാര അങ്ങനെ ഇട്ട് കൊടുക്കാറില്ല. കുറേയൊക്കെ നമ്മൾ നോമ്പ് തുറക്കുന്ന സമയത്ത് മധുരം ഒഴിവാക്കുക, പറ്റുന്നവരൊക്കെ ചെയ്യുക. പിന്നെ നിർബന്ധമുള്ള കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ കുറച്ചൊക്കെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇന്നത്തെ നോമ്പ് തുറക്ക് നമുക്ക് നമ്മുടെ മോന് നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അവനും കൂടി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവനും എല്ലാവരും കൂടി ഇരുന്നിട്ട് നോമ്പ് തുറക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ അവൽ മിൽക്കൊക്കെയാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ നോമ്പ് തുറക്കെ കഴിഞ്ഞ് പിന്നെ നിസ്കാരം തറാവിയും ഒക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മൾ പിന്നെ ചിക്കൻ കറിയും പുട്ടുമാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ രാത്രിയിലേക്ക് പിന്നെ അതായിരുന്നു ഇന്നത്തെ ഫുഡ്. അപ്പോൾ അവനിതാ സർപ്രൈസായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അവൻ്റെ ഫ്രണ്ടാണ് അവനെ കൊടുന്നതൊക്കെ. അങ്ങനെ നല്ല രസമുള്ള വരവായിരുന്നു അവൻ്റെ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ ആദ്യമായിട്ടാണ് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഇൻഷാ അല്ലാഹ് വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ. അസ്സലാമു അലൈക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.